Welcome to Surface Chemistry, Section 3, Colloids. ഈ ടോപ്പിക്കിലെ മൂന്നാമത്തെ ക്ലാസ് ആണിത്. കൊളോയിഡ്സിൻ്റെ രണ്ട് രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. മൂന്നാമത്തെ രീതിയിലുള്ള ക്ലാസിഫിക്കേഷനാണ് ഇനി നോക്കാനുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 37. Give classification of colloids based on the type of particles in the dispersed phase. അതായത് ഡി പി. ഡി പിയിലെ പാർട്ടിക്കിളിൻ്റെ ടൈപ്പ് അനുസരിച്ച് കൊളോയിഡുകൾ എത്ര തരത്തിലുണ്ട്, അവയുടെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്, ഇതാണ് ചോദ്യം. ഡി പിയിലെ പാർട്ടിക്കിളിൻ്റെ ടൈപ്പ് അനുസരിച്ച് 3 തരം കൊളോയിഡുകൾ ഉണ്ട്. ഓരോന്നായിട്ട് നോക്കാം. 1. മൾട്ടി മോളിക്കുലാർ കൊളോയിഡ്. ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് നോക്കാം. ആറ്റംസ് ഓർ മോളിക്യൂൾസ് ഹാവിംഗ് സൈസ് ലെസ് ദാൻ 1 നാനോമീറ്റർ aggregate to form colloidal particles, and the colloids formed are known as multimolecular colloids. 1 നാനോമീറ്ററിൽ താഴെ വലുപ്പമുള്ള ആറ്റങ്ങളോ മോളിക്യൂൾസോ കൂടിച്ചേർന്ന് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഉണ്ടാകുന്നു. ഇങ്ങനെ രൂപപ്പെടുന്ന കൊളോയിഡുകളെയാണ് മൾട്ടി മോളിക്കുലാർ കൊളോയിഡുകൾ എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം, കൊളോയിഡൽ സൈസ് 1 to 1000 നാനോമീറ്റർ ആണ്. ചില ആറ്റങ്ങൾക്കും മോളിക്യൂൾസിനുമൊക്കെ 1 നാനോമീറ്ററിൽ താഴെ വലുപ്പം മാത്രമേ ഉണ്ടാകൂ. അപ്പോൾ ഒരുപാട് ആറ്റങ്ങളോ മോളിക്യൂൾസോ കൂടിച്ചേർന്നാണ് കൊളോയിഡൽ പാർട്ടിക്കിൾ ഉണ്ടാകുന്നത്. ഒരുപാടെണ്ണം കൂടിച്ചേരുന്നത് കൊണ്ടാണ് മൾട്ടി എന്നുള്ള പ്രിഫിക്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആറ്റംസ് ഓർ മോളിക്യൂൾസ് ഹാവിംഗ് സൈസ് ലെസ് ദാൻ 1 നാനോമീറ്റർ അഗ്രിഗേറ്റ് ഒന്നിച്ചു കൂടുകയാണ്. ടു ഫോം കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആൻഡ് ദ കൊളോയിഡ്സ് formed are known as multimolecular colloids. 1 നാനോമീറ്ററിൽ താഴെ വലുപ്പമുള്ള ആറ്റങ്ങളോ മോളിക്യൂൾസോ കൂടിച്ചേർന്ന് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഉണ്ടാകുന്നു. ഇങ്ങനെ രൂപപ്പെടുന്ന കൊളോയിഡുകളാണ് മൾട്ടി മോളിക്കുലാർ കൊളോയിഡ്സ്. ഒരു എക്സാമ്പിൾ നോക്കാം. ഗോൾഡ് സോൾ കണ്ടെയ്ൻസ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഹാവിംഗ് മെനി ആറ്റംസ്. സ്വർണത്തിൻ്റെ കൊളോയിഡ് ഗോൾഡ് സോൾ. ഇതിൽ ഒരുപാട് ആറ്റങ്ങൾ ചേർന്നാണ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഉണ്ടാവുന്നത്. സ്വർണത്തിൻ്റെ ഒരു ആറ്റത്തിന് 1 നാനോമീറ്ററിൽ താഴെയാണ് വലുപ്പം. അപ്പോൾ ഒരുപാട് ആറ്റങ്ങൾ കൂടി ചേർന്നാണ് കൊളോയിഡൽ പാർട്ടിക്കിൾ ഉണ്ടാവുന്നത്. അടുത്ത എക്സാമ്പിൾ. സൾഫർ സോൾ കണ്ടെയ്ൻസ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഹാവിംഗ് മെനി S8 molecules. സൾഫർ കൊളോയിഡ് ഉണ്ടാകുന്നത് S8 മോളിക്യൂൾസ് കൂടിച്ചേർന്നിട്ടാണ്. സൾഫറിൻ്റെ ഒരു മോളിക്യൂളിൽ 8 ആറ്റങ്ങളുണ്ട്. അറ്റോമിസിറ്റി 8 ആണ്. അതുകൊണ്ടാണ് S8 എന്ന് എഴുതിയിരിക്കുന്നത്. ഒരു മോളിക്യൂളിൽ 8 ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഒരു മോളിക്യൂൾ തന്നെ വളരെ ചെറുതാണ്, 1 നാനോമീറ്ററിൽ താഴെ വലുപ്പമുള്ളതാണ്. അപ്പോൾ ഒരുപാട് മോളിക്യൂൾസ് കൂടിച്ചേർന്നാണ് കൊളോയിഡൽ പാർട്ടിക്കിൾ ഉണ്ടാകുന്നത്. ഇങ്ങനെ ഒരുപാടെണ്ണം കൂടിച്ചേരുന്നത് കൊണ്ടാണ് മൾട്ടി എന്നുള്ള പ്രിഫിക്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ 2 എക്സാമ്പിൾ. ഗോൾഡ് സോൾ ഇതിന് എക്സാമ്പിളാണ്. സൾഫർ സോൾ ഇതിന് എക്സാമ്പിളാണ്. പൊതുവെ മെറ്റൽ കൊളോയിഡുകൾ ഈ ടൈപ്പിലാണ് വരുന്നത്. മൾട്ടി മോളിക്കുലാർ കൊളോയിഡാണ് മെറ്റൽ കൊളോയിഡുകൾ. ഗോൾഡ് സോൾ, സിൽവർ സോൾ തുടങ്ങിയ മെറ്റൽ കൊളോയിഡുകൾ മൾട്ടി മോളിക്കുലാർ കൊളോയിഡ്സ് ആണ്. ഓക്കെ.
1 നാനോമീറ്ററിൽ താഴെ വലുപ്പമുള്ള ആറ്റങ്ങളോ മോളിക്യൂൾസോ കൂടിച്ചേർന്ന് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ള കൊളോയിഡുകളെ വിളിക്കുന്ന പേരാണ് മൾട്ടി മോളിക്കുലാർ കൊളോയിഡ്സ്. എക്സാമ്പിൾ ഗോൾഡ് സോൾ, മറ്റൊന്ന് സൾഫർ സോൾ. രണ്ടാമത്തെ ടൈപ്പ് മാക്രോ മോളിക്കുലാർ കൊളോയിഡ്. മാക്രോ എന്ന് പറഞ്ഞാൽ ബിഗ്, വലുത് എന്നാണ് അർത്ഥം. ഒരു മോളിക്യൂൾ തന്നെ കൊളോയിഡൽ പാർട്ടിക്കിൾ ആയി പ്രവർത്തിക്കും. ഒരു മോളിക്യൂൾ അത്യാവശ്യം വലുതാണ്, അതായത് 1 നാനോമീറ്ററിൻ്റെയും 1000 നാനോമീറ്ററിൻ്റെയും ഇടയ്ക്കായിരിക്കും സൈസ്, വലുപ്പം. ഇങ്ങനെയുള്ള മോളിക്യൂൾസിനെ മാക്രോ മോളിക്യൂൾസ് എന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെയുള്ള മോളിക്യൂൾസിനെ ഒരു സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യുക, നമുക്ക് കിട്ടുന്നത് മാക്രോ മോളിക്കുലാർ കൊളോയിഡ് ആയിരിക്കും. മാക്രോ മോളിക്യൂൾസ് ഹാവിങ് സൈസ് ഇൻ ദ കൊളോയിഡൽ റേഞ്ച്, അതായത് 1 നാനോമീറ്ററിൻ്റെയും 1000 നാനോമീറ്ററിൻ്റെയും ഇടയ്ക്കായിരിക്കും വലുപ്പം. ഒരു മോളിക്യൂൾ തന്നെ അത്യാവശ്യം വലുതാണ്. ഡിസോൾവ് ഇൻ സ്യൂട്ടബിൾ സോൾവെന്റ്സ് ടു ഫോം കൊളോയിഡ്സ് നോൺ ആസ് മാക്രോ മോളിക്കുലാർ കൊളോയിഡ്സ്. അപ്പോൾ 1 നാനോമീറ്ററിൻ്റെയും 1000 നാനോമീറ്ററിൻ്റെയും ഇടയ്ക്ക് വലുപ്പമുള്ള ഒരു മോളിക്യൂൾ, അതാണ് മാക്രോ മോളിക്യൂൾ, ഒരു സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യുന്നു, അങ്ങനെ കൊളോയിഡ് ഉണ്ടാകുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് മാക്രോ മോളിക്കുലാർ കൊളോയിഡ്. ഇവിടെ ഒരുപാടെണ്ണം കൂടിച്ചേരേണ്ട ആവശ്യമില്ല, ഒരു മോളിക്യൂൾ തന്നെ കൊളോയിഡൽ പാർട്ടിക്കിളായിട്ട് ആക്ട് ചെയ്യും. മാക്രോ മോളിക്യൂൾസ് having size in the colloidal range, that is 1 to 1000 nanometer, dissolve in suitable solvents to form colloids known as macromolecular colloids. Examples നോക്കാം. Naturally occurring macromolecules are, പ്രകൃതിയിൽ കാണുന്ന macromolecules, starch, cellulose, proteins, enzymes. ഇതൊക്കെയാണ് സ്റ്റാർച്ച്, സെല്ലുലോസ്, പ്രോട്ടീൻസ്, എൻസൈംസ്. സ്റ്റാർച്ച്, സെല്ലുലോസ്, പ്രോട്ടീൻസ്, എൻസൈംസ്. സ്റ്റാർച്ച്, സെല്ലുലോസ്, പ്രോട്ടീൻസ്, എൻസൈംസ്. സിന്തറ്റിക് മാക്രോമോളിക്യൂൾസ് ആർ, സിന്തറ്റിക് എന്ന് പറഞ്ഞാൽ കൃത്രിമമായി ഉണ്ടാക്കിയത്, മനുഷ്യനിർമ്മിതമാണ്. ഏതൊക്കെയാണ് അങ്ങനെയുള്ള മാക്രോമോളിക്യൂൾസ്? പോളിത്തീൻ, നൈലോൺ, പോളിസ്റ്റൈറീൻ, സിന്തറ്റിക് റബ്ബർ എക്സെട്ര. എല്ലാം പോളിമേഴ്സാണ്. നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററുകളിലൊന്നിൽ പഠിക്കും പോളിമേഴ്സ്. പോളിത്തീൻ, നൈലോൺ, പോളിസ്റ്റൈറീൻ, സിന്തറ്റിക് റബ്ബർ, ഇതൊക്കെ സിന്തറ്റിക് മാക്രോമോളിക്യൂൾസാണ്. അപ്പോൾ 2 ടൈപ്പ് നമ്മൾ കണ്ടു. DPയിലെ പാർട്ടിക്കിളിൻ്റെ ടൈപ്പ് അനുസരിച്ച് 3 തരം കൊളോയിഡുകളാണ് ഉള്ളത്. 2 നമ്മൾ പഠിച്ചു, മൾട്ടി മോളിക്കുലാർ കൊളോയിഡ്, മാക്രോ മോളിക്കുലാർ കൊളോയിഡ്. ഇനി 3ാമത് അസോസിയേറ്റഡ് കൊളോയിഡ്സ്. അവർക്ക് മറ്റൊരു പേരുണ്ട് മിസൽസ്. സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം. നോക്കൂ, അസോസിയേറ്റഡ് കൊളോയിഡ്സ് ആർ നോൺ ആസ് മിസൽസ്. വാട്ട് ആർ മിസൽസ്? അസോസിയേറ്റഡ് കൊളോയിഡ്സ്, അതിനെ വിളിക്കുന്ന പേരാണ് മിസൽസ്. അടുത്ത പോയിന്റ്, substances which act as strong electrolytes at low concentration become associated at higher concentration and form colloids known as micelles. ലോ കോൺസെൻട്രേഷനിൽ ഇലക്ട്രോലൈറ്റുകളായി പെരുമാറുന്ന പദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ അയോണുകൾ തരുന്ന പദാർത്ഥങ്ങൾ. ഇലക്ട്രോലൈറ്റുകൾ അയോൺ തരും. അപ്പോൾ ലോ കോൺസെൻട്രേഷനിൽ അയോണുകൾ തരുന്ന പദാർത്ഥങ്ങൾ, അതായത് ഇലക്ട്രോലൈറ്റുകൾ, ഹയർ കോൺസെൻട്രേഷനിൽ കൂടിച്ചേരും, അസോസിയേറ്റ് ചെയ്യും. അസോസിയേറ്റ് ചെയ്ത് കൊളോയിഡൽ പാർട്ടിക്കിൾ ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടാകുന്ന കൊളോയിഡുകളെ വിളിക്കുന്ന പേരാണ് മിസൽസ്. ലോ കോൺസെൻട്രേഷനിൽ ഇലക്ട്രോലൈറ്റുകളായി പെരുമാറുന്ന പദാർത്ഥങ്ങൾ, ലോ കോൺസെൻട്രേഷനിൽ ഇലക്ട്രോലൈറ്റുകളായി പെരുമാറുന്ന പദാർത്ഥങ്ങൾ ഉയർന്ന കോൺസെൻട്രേഷനിൽ കൂടിച്ചേരും, അസോസിയേറ്റ് ചെയ്യും.
അങ്ങനെ ഉണ്ടാകുന്ന കൊളോയിഡുകളെ വിളിക്കുന്ന പേരാണ് മിസൽസ്. ഓക്കെ, സബ്സ്റ്റാൻസസ് വിച്ച് ആക്ട് ആസ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് അറ്റ് ലോ കോൺസെൻട്രേഷൻ become associated at higher concentration and form colloids known as micelles. അടുത്ത പോയിന്റ്, micelle formation takes place above a particular temperature known as Kraft temperature. TK എന്നാണ് അതിന്റെ സിമ്പൽ. ഒരു പ്രത്യേക ടെമ്പറേച്ചറിന്റെ മേലെയാണ് മിസൽ ഫോർമേഷൻ നടക്കുന്നത്. ആ പ്രത്യേക ടെമ്പറേച്ചറിനെ വിളിക്കുന്ന പേരാണ് ക്രാഫ്റ്റ് ടെമ്പറേച്ചർ. എന്താണ് ക്രാഫ്റ്റ് ടെമ്പറേച്ചർ? അടുത്ത പോയിന്റ്, മിസൽ ഫോർമേഷൻ ടേക്സ് പ്ലേസ് എബവ് എ പർട്ടിക്കുലർ കോൺസെൻട്രേഷൻ നോൺ ആസ് ക്രിട്ടിക്കൽ മിസൽ കോൺസെൻട്രേഷൻ, CMC. മിസൽ ഫോർമേഷൻ നടക്കുന്നത് ഒരു പ്രത്യേക കോൺസെൻട്രേഷന്റെ മേലെയാണ്. ആ പ്രത്യേക കോൺസെൻട്രേഷനെ വിളിക്കുന്ന പേരാണ് CMC, ക്രിട്ടിക്കൽ മിസൽ കോൺസെൻട്രേഷൻ. ഈ രണ്ട് പോയിന്റ് നോക്കണം, ക്രാഫ്റ്റ് ടെമ്പറേച്ചർ, മറ്റൊന്ന് CMC, ക്രിട്ടിക്കൽ മിസൽ കോൺസെൻട്രേഷൻ. മിസൽസിന് എക്സാമ്പിൾ ഇതാണ്, സർഫേസ് ആക്റ്റീവ് ഏജൻസ് ആർ മിസൽസ്. അതേതാണ്? സോപ്പും ഡിറ്റർജന്റും, സോപ്പ് ആൻഡ് സിന്തറ്റിക് ഡിറ്റർജൻസ്. അപ്പോൾ മിസൽസിന് എക്സാമ്പിൾ സോപ്പും ഡിറ്റർജന്റുമാണ്. ഒരു നോട്ട് നോക്കൂ, സോപ്പിന്റെ CMC എത്രയാണ്? ഫോർ സോപ്സ് ക്രിട്ടിക്കൽ മിസൽ കോൺസെൻട്രേഷൻ ഈസ് 10⁻⁻4 to 10⁻³ മോൾ പെർ ലിറ്റർ. അതായത് മൊളാരിറ്റിയാണ്, മോളാർ. അപ്പം സോപ്പിന്റെ CMC ഒന്ന് നോക്കി വയ്ക്കും. അപ്പോൾ അസോസിയേറ്റഡ് കൊളോയിഡ്സ് എന്താണെന്ന് പരിചയപ്പെട്ടു. ഇനി കുറച്ചുകൂടെ വിശദമായിട്ട് നോക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. റൈറ്റ് എ നോട്ട് ഓൺ സോപ്സ്. എന്താണ് സോപ്പ്? നമുക്ക് പരിചയമുള്ള പദാർത്ഥമാണ്. സോപ്സ് ആർ സോഡിയം ഓർ പൊട്ടാസ്യം സാൾട്ട് ഓഫ് ഹയർ ഫാറ്റി ആസിഡ്സ്. ഇതാണ് സോപ്പ്. സോപ്സ് ആർ സോഡിയം ഓർ പൊട്ടാസ്യം സാൾട്ട് ഓഫ് ഹയർ ഫാറ്റി ആസിഡ്സ്. ഒരുപാട് കാർബണാറ്റങ്ങളുള്ള 18, 19, 20 അങ്ങനെ ഒരുപാട് കാർബണാറ്റങ്ങളുള്ള കാർബോക്സിലിക് ആസിഡ്സ് ആണ് ഫാറ്റി ആസിഡുകൾ. COOH എന്നാണ് കാർബോക്സിലിക് ആസിഡുകളെ നമ്മൾ സൂചിപ്പിക്കാറുള്ളത്. ഈ ഫാറ്റി ആസിഡുകളുടെ സോഡിയം സാൾട്ട് അല്ലെങ്കിൽ പൊട്ടാസ്യം സാൾട്ട്, ഇതിനെയാണ് സോപ്പ് എന്ന് വിളിക്കുന്നത്. സോപ്സ് ആർ സോഡിയം ഓർ പൊട്ടാസ്യം സാൾട്ട് ഓഫ് ആരുടെ? ഹയർ ഫാറ്റി ആസിഡ്സ്. ഹയർ ഫാറ്റി ആസിഡ്സിന് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കൂ. പാമിറ്റിക് ആസിഡ്, സ്റ്റീറിക് ആസിഡ്, ഒലീക് ആസിഡ്. ഇതൊക്കെയാണ് പാമിറ്റിക് ആസിഡ്, സ്റ്റീറിക് ആസിഡ്, ഒലീക് ആസിഡ്. അപ്പൊ സോപ്പിന് എക്സാമ്പിൾ എങ്ങനെ എഴുതാം? സോഡിയം പാമിറ്റേറ്റ് സോപ്പാണ്, സോഡിയം സ്റ്റീറേറ്റ് സോപ്പാണ്, സോഡിയം ഒളിയേറ്റ് അത് സോപ്പാണ്. ഇതൊക്കെയാണ് സോപ്പിന് എക്സാമ്പിൾ. സോപ്പിന് എക്സാമ്പിൾ എഴുതാൻ പറയുമ്പോൾ ശ്രദ്ധിക്കണം, സാധാരണ കേൾക്കുന്ന പേരുകളൊന്നും എഴുതരുത്. സോഡിയം പാമിറ്റേറ്റ് ഇതാണ് സോപ്പ്, സോഡിയം സ്റ്റീറേറ്റ്, സോഡിയം ഒളിയേറ്റ്. സോപ്പിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? നോക്കൂ, ആർ, COO, H അല്ല, Hന് പകരം NA. ഇങ്ങനെയാണ് സോപ്പിനെ കാണിക്കുന്നത്. ഇത് അയോണിക് ആണ്, മൈനസും ഉണ്ട് പ്ലസും ഉണ്ട്. മൈനസ് ആയിട്ടുള്ള പോർഷൻ, പ്ലസ് ആയിട്ടുള്ള പോർഷൻ. RCOO മൈനസ്, പിന്നെ Na+. സോഡിയം സ്റ്റീറേറ്റ് അതിൻ്റെ മോളിക്കുലർ ഫോർമുല കൊടുത്തിട്ടുണ്ട്. നോക്കൂ, 6 എന്ന് പറയുന്ന സ്ഥലത്ത് 17 കാർബൺ വരുന്ന ലോങ് ഹൈഡ്രോ കാർബൺ ചെയിനാണ്. ഒരു CH3, പിന്നെ 16 CH2 വരണം, 16 CH2, പിന്നെ COONA. അപ്പോൾ സോഡിയം സ്റ്റീറേറ്റ്. ഇറ്റ് ഈസ് എ മേജർ കമ്പോണന്റ് ഓഫ് മെനി ബാർ സോപ്സ്. പല ബാർ സോപ്പുകളും സോഡിയം സ്റ്റീറേറ്റ് ആണ്. ഓക്കെ, ഇനി ഒന്നുകൂടെ വിശദമായി നോക്കാം.
ഉണ്ടോ CH3. ഇനി CH2 16 എണ്ണം 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 അല്ലേ? എണ്ണി നോക്കാം. നമ്മൾ നേരത്തെ എഴുതിയ ആ ഫോർമുല എൻ്റെ കറക്റ്റ് സ്ട്രക്ചർ കാണിച്ചിട്ടുണ്ട്. ഇതാണ് സോഡിയം സ്റ്റീറേറ്റ്. ഇവിടെ Na+. ഇതാണ് ആനയോണിക് പാർട്ട്. ആനയോണിക് പാർട്ട് നെഗറ്റീവ് ചാർജുള്ള പോർഷനാണ്. ഈ നെഗറ്റീവ് ചാർജുള്ള പോർഷന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഹെഡുമുണ്ട്, ടെയിലുമുണ്ട്. ഈ മഞ്ഞ നിറത്തിൽ കാണിച്ചിരിക്കുന്നതാണ് ഹെഡ്. നെഗറ്റീവ് ചാർജ് കാണിച്ചിരിക്കുന്ന ഭാഗം ഹെഡ്. ഈ ഹൈഡ്രോ കാർബൺ പാർട്ടാണ് ടെയിൽ. ആനയോണിക് പാർട്ടിന് തല ഉണ്ട്, വാലുണ്ട്. ഹെഡ്, ടെയിൽ. ഹെഡിന് വെള്ളത്തിന് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഹൈഡ്രോഫിലിക് എന്ന് എഴുതിയിരിക്കുന്നത്. ഹൈഡ്രോഫിലിക്. ഹെഡിന് വെള്ളത്തിന് ഇഷ്ടമാണ്, കാരണം ഹെഡ് പോളാറാണ്, വെള്ളവും പോളാറാണ്. ഒരേപോലെയുള്ള ഭാഗങ്ങൾ പെട്ടെന്ന് കൂടിച്ചേരും. ഹൈഡ്രോഫിലിക് ആണ് ഹെഡ്. ഈ ഭാഗത്തിന് വെള്ളത്തിന് ഇഷ്ടമല്ല. ഈ ബ്ലാക്ക് പോർഷന് വെള്ളത്തിന് ഇഷ്ടമല്ല, അല്ലേ? ഇഷ്ടമല്ലെങ്കിൽ ഫോബിയ, പേടി. ഹൈഡ്രോഫോബിക്. വെള്ളത്തിന് ഇഷ്ടമല്ലാത്ത ഭാഗം. വാട്ടർ റിപ്പല്ലിംഗ് ആണ്. അപ്പോൾ ഹെഡുമുണ്ട്, ടെയിലുമുണ്ട്. അപ്പോൾ സോപ്പിലെ ആനയോണിക് പാർട്ടിന് ഹെഡുമുണ്ട്, ടെയിലുമുണ്ട്. ഓക്കെ, ഇവിടെ ഒന്ന് കാണിക്കാം. എന്തോ ഈ ചുവപ്പ് നിറത്തിൽ കാണിച്ചിരിക്കുന്ന R, ഇതാണ് ടെയിൽ. ഈ CO- ആണ് ഹെഡ്. CO- ആണ് ഹെഡ്. Na+ വേണമെങ്കിൽ മറ്റൊരു കളറിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ R എന്ന് പറയുന്ന പോർഷനാണ് ടെയിൽ. CO- ആണ് ഹെഡ്. Na+ ഇതിൽ ഉൾപ്പെടുത്തണം. Na+നെ ഉൾപ്പെടുത്തണം. ചുവപ്പ് നിറത്തിൽ കാണിച്ചിരിക്കുന്ന ടെയില്, ഈ പച്ച നിറത്തിൽ കാണിച്ചിരിക്കുന്നതാണ് ഹെഡ്. ഓക്കെ, അപ്പോൾ സോപ്പിന് ഹെഡുമുണ്ട്, ടെയിലുമുണ്ട്. ഇങ്ങനെ വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്, അല്ലേ? ഈ 16 17 കാർബൺ ആറ്റങ്ങളെയൊക്കെ വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇങ്ങനെ കാണിച്ചാലും മതി. സോപ്പിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണ്. ഇതാണ് ഹെഡ് പോളാറാണ്. ഈ ബ്ലാക്ക് കളറിൽ കാണിച്ചിരിക്കുന്ന പോർഷനാണ് ടെയിൽ, വാല്, അല്ലേ? നോൺ പോളാർ ടെയിൽ. ഇങ്ങനെയാണ് സോപ്പ് മോളിക്യൂളിൻ്റെ റെപ്രസെൻറ്റേഷൻ. ഇതിൽ ആനയോണിക് പാർട്ടാണ് ഈ കാണിക്കുന്നത്. Na+നെ നോക്കണ്ട, ആനയോണിക് പാർട്ടാണ് നോക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഈ പോയിന്റ് താഴെ നിന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, നോൺ പോളാർ ടെയിൽ, പോളാർ ഹെഡ്. ഇനി അടുത്ത പോർഷൻസിൽ ഇത് വിശദീകരിക്കും. നോക്കൂ, ഹൗ മിസൽസ് ആർ ഫോംഡ്. എങ്ങനെയാണ് മിസൽസ് ഉണ്ടാകുന്നത്? എങ്ങനെയാണ് മിസൽസ് രൂപം കൊള്ളുന്നത്? സോപ്പിന്റെ കാര്യം വെച്ച് നമുക്ക് വിശദീകരിക്കാം. When dissolved in water, soap dissociates into RCOO- ions and Na+ ions. ഇതിനെ കാർബോക്സിലേറ്റ് അയോൺ എന്നാണ് വിളിക്കുക. RCOO- എന്നുള്ളതിനെ കാർബോക്സിലേറ്റ് അയോൺ എന്ന് വിളിക്കും. അപ്പൊ സോപ്പ് വെള്ളത്തിലിട്ടാൽ അയോൺ തരും, മൈനസും തരും, പ്ലസും തരും. ഓക്കെ, RCOO- രണ്ട് പാർട്ടുണ്ട്. നേരത്തെ നമ്മൾ കണ്ടു. RCOO- ions, കാർബോക്സിലേറ്റ് അയോൺസ്, കൺസിസ്റ്റ് ഓഫ് 2 പാർട്ട്. ഏതൊക്കെയാണ്? ഹെഡ് ആൻഡ് ടെയിൽ. ഹെഡും ടെയിലും. ടെയിൽ ഈസ് ഹൈഡ്രോഫോബിക് ആൻഡ് നോൺ പോളാർ, അതായത് വെള്ളത്തിന് ഇഷ്ടമല്ലാത്ത ഭാഗമാണ്. ഹെഡ് ഈസ് ഹൈഡ്രോഫിലിക് ആൻഡ് പോളാർ, അതായത് വാട്ടർ ലവിംഗ് ആണ്, വെള്ളത്തിന് ഇഷ്ടമുള്ള ഭാഗമാണ്. ഓക്കെ, അപ്പോൾ സോപ്പിലെ ആനയോണിക് പാർട്ടിന് രണ്ട് ഭാഗങ്ങളുണ്ട്, ഹെഡും ടെയിലും. ഹെഡ് വാട്ടർ ലവിംഗ് ആണ്, അതായത് ഹൈഡ്രോഫിലിക് ആണ്. ടെയിൽ വാട്ടർ റിപ്പല്ലിംഗ് ആണ്, അതായത് ഹൈഡ്രോഫോബിക് ആണ്. ഇനി ലോ കോൺസെൻട്രേഷനിൽ ടെയിൽ സർഫേസിലാണ്, ഹെഡ് വാട്ടറിലാണ്. ഈ ചിത്രം നോക്കൂ. ലോ കോൺസെൻട്രേഷനിൽ ടെയിൽ സർഫേസിലും ഹെഡ് വെള്ളത്തിലും ആയിട്ടാണ് നിൽക്കുക. ഇങ്ങനെയാണ് സോപ്പ് മോളിക്യൂൾ നിൽക്കുക. സോപ്പിൻ്റെ ആനയോ അല്ലെങ്കിൽ സ്റ്റീറേറ്റ് അയോ
കാർബോക്സിലേറ്റ് അയോൺ നിൽക്കുന്ന രീതിയാണ് പറയുന്നത്. ലോ കോൺസെൻട്രേഷനിൽ ഇങ്ങനെയാണ് നിൽക്കുന്നത്. ടെയിൽ സർഫേസിലും ഹെഡ് വെള്ളത്തിലും. ഓക്കെ, ഇനി കോൺസെൻട്രേഷൻ കൂടിയാൽ എന്ത് സംഭവിക്കും? കോൺസെൻട്രേഷൻ കൂടിയാൽ ഇങ്ങനെയല്ല നിൽക്കുക. കോൺസെൻട്രേഷൻ കൂടിയാൽ ആനയോൺ മുഴുവനായി വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് വരും. കോൺസെൻട്രേഷൻ കൂടുമ്പോൾ ആനയോൺ മുഴുവനായിട്ട് വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് വരും. എന്നിട്ട് ഒരു സ്ഫിയർ പോലെ നിൽക്കും, ഒരു ഗോളം പോലെ നിൽക്കും. ആ ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് നിൽക്കുക? ഗോളത്തിൻ്റെ സെൻറ്ററിലേക്കാണ് ടെയിൽ. ടെയിൽ പോയിന്റ് ചെയ്തിരിക്കുന്നത് ഗോളത്തിൻ്റെ സെൻറ്ററിലേക്കാണ്. സർഫേസിലേക്കാണ് ഹെഡ് പോയിന്റ് ചെയ്യുന്നത്. സർഫേസിലേക്കാണ് ഹെഡ് പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ ഹൈ കോൺസെൻട്രേഷനിൽ ആനയോണുകൾ വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് വരികയും കൂടിച്ചേരുകയും ചെയ്യും. എന്തിൻ്റെ രൂപത്തിൽ? ഒരു സ്ഫിയർ പോലെ കൂടിച്ചേരും. ഇങ്ങനെ കൂടിച്ചേരുമ്പോഴാണ് മിസൽസ് ഉണ്ടാവുന്നത്. അതിൻ്റെ ചിത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ടെയിൽ സ്ഫിയറിൻ്റെ സെൻറ്ററിലേക്കും ഹെഡ് സ്ഫിയറിൻ്റെ സർഫേസിലേക്കും. ഇങ്ങനെ നൂറുകണക്കിന് ആനയോണുകൾ ഒന്നിച്ചു നിൽക്കും. അതുകൊണ്ടാണ് മിസൽസ് എന്ന് പറയുന്നത്. അസോസിയേറ്റഡ് കൊളോയിഡ്സ് ആണ്. ഇങ്ങനെ നൂറുകണക്കിന്, കുറച്ചെണ്ണമേ ഇതിൽ കാണിച്ചിട്ടുള്ളൂ, നൂറുകണക്കിന് ആനയോൺസ് ഒന്നിച്ച് കൂടി നിൽക്കും. അതിനെയാണ് നമ്മൾ മിസൽസ് എന്ന് വിളിക്കുന്നത്, അയോണിക് മിസൽ. ഓക്കെ, ഇനി താഴെ ഈ പോയിന്റുകൾ എഴുതിയിട്ടുണ്ട്, നോട്ട് എഴുതിയിട്ടുണ്ട്. അറ്റ് CMC, അതായത് ക്രിട്ടിക്കൽ മിസൽ കോൺസെൻട്രേഷൻ ആകുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ മേലെ, ദ ആനയോൺസ് ആർ പുൾഡ് ടു വാട്ടർ, ആനയോണുകൾ മുഴുവനായും വെള്ളത്തിലേക്ക് വരും. ആൻഡ് അഗ്രിഗേറ്റ്, ഒന്നിച്ചു കൂടും, ടു ഫോം എ സ്പെറിക്കൽ ഷേപ്പ് നോൺ ആസ് മിസൽ. ഇതിനെയാണ് മിസൽ എന്ന് പറയുന്നത്. അപ്പം ലോ കോൺസെൻട്രേഷനിൽ നിന്നിരുന്ന പോലെയല്ല ഹൈ കോൺസെൻട്രേഷനിൽ. ഹൈ കോൺസെൻട്രേഷനിൽ ഇവർ ഒരു സ്ഫിയർ പോലെ ഒന്നിച്ചു നിൽക്കും. അതിനെയാണ് നമ്മൾ മിസൽ എന്ന് വിളിക്കുന്നത്. ഇൻ ദ മിസൽ, tail point towards the center of the sphere and head points towards the surface of the sphere. മിസലിൽ ടെയിൽ എവിടേക്കാണ് നിൽക്കുന്നത്? ടെയിൽ പോയിന്റ് ചെയ്യുന്നത് സ്ഫിയറിന്റെ സെന്ററിലേക്കും ഹെഡ് പോയിന്റ് ചെയ്യുന്നത് സ്ഫിയറിന്റെ സർഫേസിലേക്കുമാണ്. ഇങ്ങനെയാണ് മിസൽ ഫോർമേഷൻ നടക്കുന്നത്. ഹയർ കോൺസെൻട്രേഷനിലാണ് മിസൽ ഫോർമേഷൻ നടക്കുന്നത്. അറ്റ് CMC, അറ്റ് ഓർ എബവ് CMC, ക്രിട്ടിക്കൽ മിസൽ കോൺസെൻട്രേഷൻ. അപ്പോഴാണ് മിസൽ ഫോർമേഷൻ നടക്കുന്നത്. ഓക്കെ, ഇപ്പോൾ സോപ്പാണ് നമ്മൾ ഉദാഹരണം എടുത്തത്, സോപ്പിൻ്റെ മിസൽ ഫോർമേഷൻ. അടുത്ത ചോദ്യം, എക്സ്പ്ലെയിൻ ക്ലീൻസിങ് ആക്ഷൻ ഓഫ് സോപ്പ്. സോപ്പ് തുണിയിലെ ഓയിൽ, ഗ്രീസ് തുടങ്ങിയ ഡേർട്ടുകളെ റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ തുണിയിലെ ഡേർട്ട്, ഓയിൽ, ഇതൊക്കെ എങ്ങനെ കളയുന്നു? നമുക്ക് നോക്കാം. ഒരു പാത്രം, അതിൽ വെള്ളമെടുക്കണം. ക്ലോത്തിലെ ഡേർട്ടാണ് ഈ ഓയിൽ. ക്ലോത്തിൽ ഓയിലുണ്ട്, അതിനെ എങ്ങനെ റിമൂവ് ചെയ്യുമെന്നാണ് നോക്കുന്നത്. നമ്മൾ വെള്ളമെടുത്തു അല്ലേ? സോപ്പിൻ്റെ കോൺസെൻട്രേഷൻ ശ്രദ്ധിക്കണം, CMC, ക്രിട്ടിക്കൽ മിസൽ കോൺസെൻട്രേഷൻ ആവണം. ആ സമയത്ത് സോപ്പ് മോളിക്യൂൾസ് മിസൽ ഫോർമേഷൻ നടത്തും. എങ്ങനെയാണ് മിസൽ ഫോർമേഷൻ നടക്കുക? സോപ്പിലെ ടെയിൽ പോർഷൻ ഓയിൽ ചെന്ന് അറ്റാച്ച് ചെയ്യും. എന്താണ് ഓയിലും ടെയിലും തമ്മിൽ കണക്ഷൻ ഉണ്ടാവാൻ കാരണം? രണ്ടും നോൺ പോളറാണ്. ഒരേപോലെയുള്ള പോർഷൻസ് വേഗം കൂടിച്ചേരും. ഓയിൽ നോൺ പോളറാണ്, ടെയിലും നോൺ പോളറാണ്. അപ്പോൾ ഈ ടെയിൽ പോർഷൻ ചെന്ന് ഓയിലിൽ ചെന്ന് അറ്റാച്ച് ചെയ്യും. ടെയിൽ പോർഷൻ ഗെറ്റ്സ് അറ്റാച്ച്ഡ് ടു ഓയിൽ. ഇങ്ങനെ ഒരുപാടെണ്ണം അറ്റാച്ച് ചെയ്യും. കുറച്ചെണ്ണമേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ, ഇങ്ങനെ ഒരുപാടെണ്ണം അറ്റാച്ച് ചെയ്യും. ഹെഡ് എവിടേക്കാണ് പോയിന്റ് ചെയ്യുക? ഹെഡ് പോയിന്റ് ചെയ്യുന്നത് വെള്ളത്തിലേക്കാണ്. ഹെഡ് പോയിന്റ്സ് ടുവാർഡ്സ് വാട്ടർ. ഹെഡ് വെള്ളത്തിലേക്ക് പോയിന്റ് ചെയ്യും. അങ്ങനെ വെള്ളത്തിലേക്ക് പോയിന്റ് ചെയ്യുന്നത് കൊണ്ട് ഈ ഓയിൽ എന്ത് ചെയ്യും? ക്ലോത്തിൽ നിന്ന് വേർപെടും, ഡിറ്റാച്ച് ചെയ്യും. ഇപ്പം മിസൽ ഫോർമേഷൻ കാരണമാണ് ക്ലോത്തിൽ നിന്നും ഓയിൽ ഡിറ്റാച്ച് ചെയ്യുന്നത്. ഇങ്ങനെയാണ് സോപ്പിൻ്റെ ക്ലെൻസിങ് ആക്ഷൻ. ഈ ചിത്രം നന്നായിട്ട് നോക്കുക. ഇത് ഓയിലാണ്,
ഓയിലിൽ ചെന്ന് ഈ ടെയിൽ അറ്റാച്ച് ചെയ്തു. ഈ ഹെഡ് വെള്ളത്തിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. ആ ഫോഴ്സ് കാരണം ഓയിൽ ക്ലോത്തിൽ നിന്നും വേർപെടും. ഓക്കെ. ക്ലിൻസിങ് ആക്ഷൻ ഓഫ് സോപ്പ് ഈസ് ഡ്യൂ ടു മിസൽ ഫോർമേഷൻ. ദ ടെയിൽ ഗെറ്റ്സ് അറ്റാച്ച്ഡ് ടു ഓയിൽ. ടെയിൽ പോർഷനാണ് ഓയിലുമായിട്ട് അറ്റാച്ച് ചെയ്തത്. ദ ഹെഡ് പോയിന്റ്സ് ടുവാർഡ്സ് വാട്ടർ. ഹെഡ് വെള്ളത്തിലേക്ക് പോയിന്റ് ചെയ്യും. ആസ് എ റിസൾട്ട് ദ ഓയിൽ ഗെറ്റ്സ് ഡിറ്റാച്ച്ഡ് ഫ്രം ദി ക്ലോത്ത്. അങ്ങനെ ക്ലോത്തിൽ നിന്നും ഓയിൽ വേർപെടുന്നു. അപ്പോൾ സോപ്പിൻ്റെ ക്ലീൻസിങ് ആക്ഷൻ്റെ പിന്നിലുള്ള പ്രിൻസിപ്പിൾ ഏതാണ്? മിസൽ ഫോർമേഷനാണ്. ഓക്കെ. ഒന്ന് രണ്ട് ചിത്രങ്ങൾ കൂടി നോക്കാം. മിസൽ ഉണ്ടോ? ഇവിടെയാണ് ഓയിൽ എന്ന് കരുതുക. ഇതാണ് ടെയിൽ, ഇത് ഹെഡ്. മറ്റൊരു ചിത്രം കൂടെ കാണിക്കാം. മിസൽ ഫോർമേഷൻ, ഹെഡ്, ടെയിൽ. ഓക്കെ. അങ്ങനെ കൊളോയിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ തീർന്നു. ബാക്കി അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, ബൈ.